നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദ്രാദേവി. ഞാൻ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരിൽ നിന്ന് ചെലവിന് ചോദിച്ചുകൊണ്ടൊരു MC കേസൊക്കെ ഫയൽ ചെയ്യുമ്പോൾ ചില സർക്കംസ്റ്റൻസിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഏതൊക്കെയാണ് സാഹചര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഭാര്യ ഒരു അഡൾട്രസ് ലൈഫാണ് നയിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു പരപുരുഷനായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യത്തിൽ ഭാര്യ ജീവിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ഭാര്യ ഡിവോഴ്സിന് ശേഷം റീമാരി ചെയ്ത് കഴിഞ്ഞാൽ പുനർവിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല. ചില സാഹചര്യങ്ങളിൽ ഭാര്യമാർ യാതൊരു കാരണവുമില്ലാതെ ഭർത്താവിനെ വിട്ട് തന്നിഷ്ടപ്രകാരം അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കാര്യമോ റീസണോ ഒന്നുമില്ല, സ്വയം തീരുമാനിച്ച് മാറി നിൽക്കുന്നു ഭർത്താവിൽ നിന്ന്. അങ്ങനത്തെ സാഹചര്യങ്ങളിലും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാളും നല്ല വരുമാനമുണ്ട്, നല്ല ജോലിയുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോക്കാനുള്ള ഒരു പ്രാപ്തിയൊക്കെ ഭാര്യയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഡിവോഴ്സൊക്കെ ഫയൽ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടീഷനായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്കിനി ഫ്യൂച്ചറിൽ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു രണ്ടുപേരും ഒരു മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ഒരു എഗ്രിമെൻറ്റൊക്കെ എഴുതി ഫയൽ ചെയ്ത് ഒരു മ്യൂച്വൽ ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഫയൽ ചെയ്ത് കഴിഞ്ഞാലും ഭാര്യയ്ക്ക് പിന്നെ ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല.